ഹായ് ഫ്രണ്ട്സ്, എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോ കാണുക. അതിനുള്ളൊരു കാർഡ് മുകളിൽ വന്നിട്ടുണ്ടാകും. ആ വീഡിയോയിൽ 1000 രൂപയ്ക്ക് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും നല്ല ഇയർഫോൺ ഏതാണെന്നുള്ള ഇതിന് ഞാൻ ഉത്തരം നൽകിയിരുന്നു. അത് വൺ മോറിൻ്റെ പിസ്റ്റൺ ഫിറ്റ് ഇയർഫോൺസ് ആണ്. ആ വീഡിയോയിൽ ഞാൻ വാക്ക് തന്നിരുന്നു ഈ പ്രൊഡക്റ്റ് മേടിച്ച് അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്ത് കാണുകയെന്ന്. സോ ഇത് ആ വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നമ്മൾ മേടിച്ചത്. ഇപ്പോഴത്തേയും പോലെ നല്ല അടിപൊളി സർവീസും സൂപ്പർ ഡെലിവറി ആയിരുന്നു. യാതൊരുവിധ കംപ്ലയിൻസും ഇല്ല. ഈ പ്രൊഡക്റ്റ് ആമസോണിൽ നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും. ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും പർച്ചേസ് ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വൺ മോർ എന്ന കമ്പനിയെക്കുറിച്ച് നിങ്ങൾ ധാരാളം കേട്ടില്ലെങ്കിൽ ദയവ് ചെയ്തൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. കാരണം USA വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് വൺ മോർ. ഇവരുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവർ ഇയർഫോൺസും ഹെഡ്സെറ്റ്സും മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇവർക്ക് വേറെ ബിസിനസ്സുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഏറ്റവും സൂപ്പർ ആയിരിക്കും. പിന്നെ ഇവരുടെ സർവീസിൻ്റെ കാര്യത്തിൽ എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. ഇവരുടെ ഈ പ്രൊഡക്റ്റിന് തന്നെ വേർഷൻ 1 എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 6-7 മാസം കഴിഞ്ഞപ്പോഴേക്കും അതിനൊരു കംപ്ലയിൻറ്റ് പറ്റി ഒരു ഇയർബഡ് വർക്കിംഗ് അല്ലാണ്ടായിപ്പോയി. അപ്പോഴത്തേക്കും ഞാൻ അവരെ വിളിച്ചു, കോൺടാക്ട് ചെയ്തപ്പോഴേക്കും വളരെ പെട്ടെന്ന് അവരെ തിരിച്ചു വിളിക്കുകയും അവർ എന്ത് ചെയ്യണം എന്നുള്ള ഫുൾ ഇൻസ്ട്രക്ഷൻ തരികയും ഒരു 2 ആഴ്ച എടുത്തേ ഉള്ളൂ പുതിയ സീല് പൊട്ടിക്കാത്തൊരു പുതിയ പ്രൊഡക്റ്റ് എൻ്റെ വീട്ടിലെത്തി. അപ്പോൾ അവരുമായിട്ട് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത്. സർവീസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഞാൻ തീർച്ചയായിട്ടും വൺ മോറിനെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. പാക്കേജിങ്ങിൻ്റെ കാര്യത്തിൽ വലിയ പ്രത്യേകതകളൊന്നുമില്ല. 1000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ടാഗ് എന്ന് പുറകിൽ എഴുതിയിട്ടുണ്ട്. സൈഡിൽ ആയിട്ട് കുറച്ച് പവർ റേറ്റിങ്ങുകളും ഇതിൻ്റെ ഇമ്പിഡൻസ് റേറ്റും ഒക്കെ എഴുതിയിട്ടുണ്ട്. വേറെ പ്രത്യേകതകളൊന്നുമില്ല. വൺ മോർ ഡിസൈൻ്റെ ബാഡ്ജിങ് ഉണ്ട്. പിന്നെ റെഗുലർ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസും പ്രൈസ് ഇൻഫർമേഷൻ, മാനുഫാക്ചറിങ് ഇൻഫർമേഷൻസ് ഒക്കെ ഉള്ളൂ. ബോക്സിങ് തീർത്തും ഓർഡിനറി ആണെന്ന് തന്നെ പറയാം. ഈ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമേ കിട്ടുന്നത് ഒരു പ്രൊഡക്റ്റ് ലീഫ്ലെറ്റാണ്. വൺ മോർ ഡിസൈൻ്റെ പിസ്റ്റൺ ഫിറ്റ് ഇയർഫോൺസിനെ കുറിച്ചുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മൈക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ ഫീച്ചേഴ്സ്, പിന്നെ അതിൻ്റെ ഇയർബഡ്സ് എങ്ങനെ സെറ്റ് ചെയ്യണം, റെഗുലേറ്ററി ഇൻഫർമേഷൻ, അങ്ങനെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള കുറച്ച് ഇൻഫർമേഷൻ, ഇത്രയൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കി പല ലാംഗ്വേജിലാണ്. അത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഒക്കെ കിട്ടുന്നത് നമ്മുടെ ഇയർഫോൺസ് തന്നെയാണ്. നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 1.2 mm ഒരു കേബിൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് അല്പം വലിപ്പം ഉണ്ടാകും മൊത്തം പ്രൊഡക്റ്റിൻ്റെ സൈസിന്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ലാർജും സ്മോളും ഉള്ള ഒരു ഇയർബഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളെ ഇതിനകത്ത് മൊത്തത്തിലുള്ളൂ. അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇത്രയേ ഉള്ളൂ. ഗൈഡ്, പിന്നെ നമ്മുടെ ഇയർഫോണ്, പിന്നെ 2 എക്സ്ട്രാ പെയർ ബഡ്സ്, വേറെ ഒന്നും നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നില്ല. പ്രൊഡക്റ്റിൻ്റെ റിവ്യൂയിലോട്ട് പോകാം. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ 100-ൽ 100 മാർക്ക് കൊടുക്കുന്നു. ഇതിൻ്റെ വേർഷൻ 1 ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പുതിയ വേർഷനിലും അതേ ക്വാളിറ്റി, ആ സ്റ്റിഫ് സ്റ്റാൻഡേർഡ് അവർ കീപ്പപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഇയർഫോൺസിൻ്റെ ബഡ്സ് ഉണ്ടാക്കിയിരിക്കുന്ന അലുമിനിയം വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് പൊട്ടിപ്പോവുക അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മിസ്ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകുന്നു, അങ്ങനെ ഒരു ട്രബിൾ ഒന്നും ഉണ്ടാകത്തില്ല. ഇനി എപ്പോഴേലും സൗണ്ടിൽ നിങ്ങൾക്ക് ഇച്ചിരി ഒരു ഓൾട്ടറേഷൻ വരുത്തണം എന്നുണ്ടെങ്കിൽ വൺ മോർ അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു മ്യൂസിക് പ്ലെയർ കം ഒരു ഈക്വലൈസറാണ്. നിങ്ങൾക്ക് ഈ ഇയർഫോൺസിന് വേണ്ടി പ്രത്യേക തരത്തിലുള്ള ട്യൂണിംഗ് ഒക്കെ അതിനകത്ത് ചെയ്യാൻ കഴിയും. ഈ ഇയർഫോണിന് 10 mm ഉള്ളൊരു ഡ്രൈവേഴ്സാണ് നൽകിയിരിക്കുന്നത്. നല്ല ഔട്ട്പുട്ട് നൽകുന്നുണ്ട്, നല്ല ബേസും അതുപോലെ തന്നെ നല്ല സൗണ്ട് ക്വാളിറ്റി, ഓവറോൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ടാണ് ഇത് നൽകുന്നത്. അതിൻ്റെ കാര്യത്തിൽ നല്ല കോൺഫിഡൻസോടുകൂടി ഞാൻ നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ഫോൺ പിന്നിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു മെറ്റീരിയലാണ്. അതും അലുമിനിയം തന്നെയാണ്. പിന്നെ അതിൻ്റെ ആ ഹെഡ്ഫോൺ ജാക്ക് നോക്കുകയാണെങ്കിൽ അത് ഗോൾഡൻ പ്ലേറ്റഡ് ആണ്. ഇനി ഓവറോൾ അവിടെ വരെ ഒരു ഡിസൈനിങ്ങിൽ അവർ വളരെ നല്ല ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടെക്സ്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മൈക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് മൾട്ടിപർപ്പസ് സ്വിച്ചാണ്. പിന്നെ മൈക്ക് നല്ല രീതിയിൽ സൗണ്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോയ്ക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വരെ ഇത് ഉപയോഗിക്കാൻ കഴിയും. എന്നുവെച്ചാൽ അത്ര ക്വാളിറ്റിയാണ്. ഇതിൻ്റെ വേർഷൻ 1 ഞാൻ ഉപയോഗിച്ചാണെന്ന് പറഞ്ഞല്ലോ. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറേ വ്യത്യാസങ്ങൾ ഈ വേർഷൻ 2-നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഇയർബഡിനാണ്. ക്വാളിറ്റിയിൽ വേറെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതേ ഒരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നത് അതിൻ്റെ പിന്നിലും അതുപോലെ തന്നെ വൺ മോറിൻ്റെ ബ്രാൻഡിങ്ങിലുമാണ്. നിങ്ങൾ പിൻ നോക്കിയാൽ കാണാം, പുതിയതിന് ഒരു എൽ ഷേപ്പ് പിൻ കൊടുത്തിട്ടുണ്ട്. പഴയതിന് നേരെയുള്ള ഒരു പിന്നായിരുന്നു. അതുപോലെ തന്നെ കേബിൾ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസം നമുക്ക് പറയാനില്ല. രണ്ടും നല്ല ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മൈക്കിലുള്ള സ്വിച്ചിൻ്റെ കാര്യത്തിൽ പുതിയത് ഇച്ചിരിയുടെ ഒരു സ്റ്റിഫാണ്. അങ്ങനെ നിങ്ങൾ അബദ്ധത്തിലൊന്നും നെങ്ങി പാട്ടിൽ നിന്ന് പോവുകയോ അല്ലെങ്കിൽ കോള് കട്ടാവുകയോ ഒന്നും ചെയ്യത്തില്ല. പുതിയത് അത് അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സ്വിച്ച് ക്വാളിറ്റി ഇച്ചിരി കൂട്ടിയിട്ടുണ്ട്, ഇച്ചിരി സ്റ്റിഫാണ്. അപ്പോൾ
അതൊരു വലിയ എടുത്തു പറയേണ്ട കാര്യമല്ല, പക്ഷേ എന്നാലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ അല്പം കൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കേബിൾ ക്വാളിറ്റിയും നന്നായിട്ടുണ്ട്, അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകത്തില്ല. ഞാൻ നേരത്തെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് കെവ്ലാർ മെറ്റീരിയൽ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് തന്നെ ആ കേബിൾ ക്വാളിറ്റി തീർച്ചയായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. ഇനി ഈ പ്രൊഡക്റ്റിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറയാം. വേർഷൻ 1 ഇത്ര നാൾ ഉപയോഗിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, വേർഷൻ 2 ആയപ്പോഴേക്കും സൗണ്ട് ക്ലാരിറ്റി വല്ലാണ്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പക്ഷേ ബേസ് ക്വാളിറ്റി, അതായത് പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇടിപ്പുണ്ടല്ലോ, അത് ഇച്ചിരി കൂടെ മെച്ചമാക്കാമായിരുന്നു. പക്ഷേ ഓവറോൾ സൗണ്ട് ക്വാളിറ്റിക്ക് യാതൊരുവിധ പ്രശ്നമോ ഒരു കുറവോ ഞാൻ ഫീൽ ചെയ്തില്ല. തീർച്ചയായിട്ടും ഇതൊരു അപ്ഗ്രേഡാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 1000 രൂപയ്ക്ക് നല്ലൊരു ഇയർഫോൺ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് മെൻഷൻ ചെയ്യുക. ഇനി ഒരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, യെസ്, ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഞാൻ വെറുതെ തരാം. യെസ്, ഈ ചാനലിൻ്റെ ആദ്യത്തെ ഗീവ് അവേ. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻ ഇനി വരുന്നൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്. This is your friend Harris signing off.